കേട്ടു തീർത്ത സംഗീതത്തിന്റെയും കണ്ടു തീർത്ത സിനിമകളുടെയും വൃത്തികേടുകളുടെയും കണക്കുകളല്ലാതെ ആത്മാർത്ഥമായി ഹൃദയ സാന്നിധ്യത്തോടുകൂടി അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് നിസ്കരിച്ച ഒരു നിസ്കാരം ജീവിതത്തിൽ ഉണ്ടായിട്ട് കാലം എത്രയായി? 33 വയസ്സായി, 40 വയസ്സായി, 50 വയസ്സായി. ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുക. എന്താണ് നീ ചെയ്തിട്ടുള്ളത്? അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഈ അവസ്ഥയിലാണ് നീ മരിക്കുന്നതെങ്കിൽ എന്താണ് നിന്റെ അവസ്ഥയെന്ന് നീ പ്രതീക്ഷിക്കുന്നത് എന്താണ്? നീ പറയുന്നു അള്ളാഹു നിനക്ക് പുറത്തു തരുമെന്ന്. അതെ, ശരിയാണ്, അള്ളാഹു നിനക്ക് പുറത്തു നൽകും. നീ എത്ര തവണ തിന്മകൾ ചെയ്താലും ആവർത്തിച്ച് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിയാൽ നീ അള്ളാഹു നിനക്ക് പുറത്തു നൽകും. എന്നാൽ നീ ആത്മാർത്ഥമായി അള്ളാഹുവിനോടൊന്ന് തൗബ ചെയ്തിട്ട് എത്ര കാലമായി? ഈ തിന്മകളും പേറി ഈ ധിക്കാരങ്ങളുമായാണ് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നീ ചെന്നെത്താൻ നിൽക്കുന്നതെങ്കിൽ എന്താണ് സഹോദര നീ വിചാരിക്കുന്നത്? എൻ്റെ വയസ്സ് ഇത്രയായില്ലേ? നീ തിരിഞ്ഞു നോക്കൂ, എന്താണ് നീ ചെയ്തത്? പണ്ഡിതന്മാരിൽ ചിലർ, വാല്യക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയ ഉലമാക്കൾ, അവരുടെ ചരിത്രത്തിൽ കാണാം, അവരിൽ ചിലർ കണ്ണാടിക്ക് മുൻപിൽ ചെന്ന് നിന്ന് 40-50 വയസ്സായപ്പോൾ അവരിൽ ചിലർ നരച്ച താടിയും പിടിച്ച് അവരവരോട് തന്നെ കണ്ണാടിയിലേക്ക് നോക്കി ചോദിച്ചിട്ടുണ്ട്, ഇത്ര വയസ്സായി നീ എന്താണ് ഇതുവരെയായി ചെയ്തത്? ഒന്ന് കണ്ണിൽ നോക്കി ചോദിക്കുക, അവനവനോട് ചോദിക്കുക, നീ എന്താണ് ചെയ്തത്? അള്ളാഹു നിനക്ക് നൽകിയ ജീവിതം കൊണ്ട് നീ എന്താണ് നിനക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചിട്ടുള്ളത്?